കേരള ചരിത്രം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയത് വേലുത്തമ്പി ദളവ. കൊച്ചിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയത് പാലിയത്തച്ചൻ. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാൾ. കേരള സിംഹം, പുരളിശെമ്മൻ, പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി, വയനാട്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി, വയനാട്. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂർ, കണ്ണൂർ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരൻ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ചത് KN കുറുപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന കൃതി രചിച്ചത് മുണ്ടക്കയം ഗോപി. കേരള സിംഹം എന്ന ചരിത്ര നോവൽ തയ്യാറാക്കിയത് സർദാർ KM പണിക്കർ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1793 മുതൽ 1797 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നടത്തിയ യുദ്ധമുറ ഗറില്ല യുദ്ധമുറ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ കുറുമ്പർ. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ വേബർ. അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജയുടെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പുനായർ. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. എടച്ചേനക്കുങ്കൻ, തലയ്ക്കൽ ചന്തു എന്നിവർ പനമരം കോട്ട പിടിച്ചെടുത്തത് 1802. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30.
പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലം മാവിലാന്തോട്, വയനാട്.